നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 20 വയസ്സിന് ശേഷം കുതിച്ചുയരുന്ന 10 നക്ഷത്രക്കാർ എന്നതാണ് എൻ്റെ വിഷയം. 10 നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 20 വയസ്സിന് ശേഷം അവർ വളരെയധികം ഉന്നതിയിൽ എത്തുന്ന നക്ഷത്രക്കാരാണ്. 20 വയസ്സ് കഴിഞ്ഞാൽ കുതിച്ചുയരുന്ന ചില നക്ഷത്രക്കാർ നമ്മളിലുണ്ട്. ആ നക്ഷത്രക്കാർ ആരാണെന്നാണ് ഞാൻ പറയുന്നത്. ജ്യോതിഷ ശാസ്ത്രപരമായി ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ബാല്യത്തിലും കൗമാരത്തിലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുകയും എന്നാൽ 20 വയസ്സ് പിന്നിടുന്നതോടെ തങ്ങളുടെ കഠിനാധ്വാനവും ഭാഗ്യവും കൊണ്ട് പെട്ടെന്ന് ഉയർച്ചയിലേക്ക് കുതിക്കുകയും ചെയ്യുന്ന ചില നക്ഷത്രക്കാരുണ്ട്. രാശിയാധിപന്മാരുടെ സ്വാധീനവും ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളും അനുകൂലമാവുന്നതാണ് ഇതിന് കാരണം. അത്തരത്തിൽ 20 വയസ്സിന് ശേഷം ജീവിതത്തിൽ വലിയ മുന്നേറ്റം നടത്തുന്ന പ്രധാനപ്പെട്ട ചില നക്ഷത്രങ്ങൾ താഴെ പറയുന്നവയാണ്. അതായത് ഞാൻ ഇനി പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രം ശുക്രന്റെ സ്വാധീനമുള്ള നക്ഷത്രമാണിത്. ചെറുപ്പകാലത്ത് പലവിധ പ്രതിസന്ധികളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും കടന്നു പോകേണ്ടി വരുമെങ്കിലും 20 വയസ്സ് കഴിയുന്നതോടെ ഈ നക്ഷത്രക്കാർ ചിന്തകളിലും പ്രവർത്തികളിലും വലിയ പക്വത വരുത്തുകയും കല, ബിസിനസ് അല്ലെങ്കിൽ സ്വയം തിരഞ്ഞെടുക്കുന്ന മേഖലകളിൽ ഇവർ പെട്ടെന്ന് ജനശ്രദ്ധ നേടുകയും സാമ്പത്തികമായി വലിയ ഉയർച്ച കൈവരിക്കുകയും ചെയ്യും. ഭരണി നക്ഷത്രക്കാർ 20 വയസ്സിന് ശേഷം ഇങ്ങനെ ഉയരുന്നതാണ്. അടുത്ത 2ാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രം. സൂര്യനധിപനായ കാർത്തിക നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് ആദ്യ പാദത്തിലുള്ളവർക്ക്, അതായത് കാർത്തിക ആദ്യ പാദം, കൗമാരപ്രായം വരെ ചിലപ്പോൾ ലക്ഷ്യബോധമില്ലായ്മയോ തടസ്സങ്ങളോ നേരിട്ടേക്കാം. എന്നാൽ 20 വയസ്സ് തികയുന്നതോടെ ഇവരിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. സർക്കാർ മേഖലകളിലോ ഉന്നത പദവികളിലോ സ്വന്തം പരിശ്രമം കൊണ്ടുള്ള ബിസിനസ്സുകളിലോ ഇവർ കുതിച്ചുയരുന്ന കാഴ്ച ഈ പ്രായത്തിന് ശേഷം ഉണ്ടാകുന്നതാണ്. അപ്പൊ കാർത്തിക നക്ഷത്രക്കാർ 20 വയസ്സിന് ശേഷം കുതിച്ചുയരാനുള്ള സാധ്യത കാണാം. 3ാമതായിട്ട് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം ചന്ദ്രന്റെ സ്വാധീനമുള്ള ഈ നക്ഷത്രക്കാർക്ക് ആദ്യകാലങ്ങളിൽ മനസ്സമാധാനക്കുറവോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഉണ്ടായേക്കാം. എന്നാൽ 20 വയസ്സിന് ശേഷം ഇവരുടെ ഭാഗ്യരേഖ തെളിയാൻ തുടങ്ങും. ആകർഷണീയമായ പെരുമാറ്റം കൊണ്ടും ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൊണ്ടും ഇവർ സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. ഇനി 4ാമത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. രാഹുവിന്റെ നക്ഷത്രമായ ചോതിക്കാർക്ക് ജീവിതത്തിന്റെ തുടക്കത്തിൽ കാര്യമായ നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനുണ്ടാവുകയില്ല. എന്നാൽ 20-22 വയസ്സാകുമ്പോഴേക്കും ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു തിരുത്തിക്കുറിക്കൽ ഉണ്ടാവുകയും ചെയ്യും. അപ്രതീക്ഷിത ഭാഗ്യങ്ങളും വിദേശ യോഗവും കരിയറിലെ വമ്പൻ കുതിച്ചുചാട്ടവും
ഈ പ്രായത്തിന് ശേഷം ചോതി നക്ഷത്രക്കാർക്ക് സാധാരണയായി കണ്ടുവരാറുള്ളതാണ്. അഞ്ചാമത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രവും. ശുക്രൻ അധിപനായ മറ്റൊരു നക്ഷത്രമാണിത്. പൂരാടം പിറന്നാൽ നാടകം വെല്ലും എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. ചെറുപ്പത്തിൽ കഠിനമായി അധ്വാനിക്കേണ്ടി വന്നാലും 20 വയസ്സ് പിന്നിടുന്നതോടെ ഇവരുടെ കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും വൻ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. ശത്രുക്കളെ ഒതുക്കി സ്വന്തം കഴിവ് തെളിയിച്ച് ഇവർ മുന്നേറുകയും ചെയ്യും. ഇനി അടുത്തത് ആറാമത്തെ നക്ഷത്രമാണ്. ചൊവ്വയുടെ സ്വാധീനമുള്ള നക്ഷത്രമാണിത്. ബാല്യത്തിലും കൗമാരത്തിലും ഇവർക്ക് കഠിനമായ മത്സരങ്ങളും തടസ്സങ്ങളും നേരിടേണ്ടതായി വരും ജീവിതത്തിൽ. എന്നാൽ 20 വയസ്സ് പിന്നിടുന്നതോടെ ഇവരുടെ ഉള്ളിലെ അന്വേഷണത്വരയും ധൈര്യവും ഇരട്ടിക്കും. സാങ്കേതിക മേഖല, ബിസിനസ് അല്ലെങ്കിൽ സ്വന്തം പ്രയത്നം ആവശ്യമുള്ള മേഖലകളിൽ ഇവർ പെട്ടെന്ന് ഉയർച്ച കൈവരിക്കുകയും സാമ്പത്തിക സ്ഥിരത നേടുകയും ചെയ്യും. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. വ്യാഴത്തിന്റെ സ്വാധീനമുള്ള നക്ഷത്രമാണിത്. കൗമാരപ്രായം വരെ പല കാര്യങ്ങളിലും ഒരു അസ്ഥിരതയോ മാറ്റങ്ങളോ ഇവർക്ക് അനുഭവപ്പെടാം. എന്നാൽ 20 വയസ്സ് കഴിയുന്നതോടെ ഇവരുടെ ചിന്തകളിൽ വലിയ പക്വത കൈവരികയും ശരിയായ ലക്ഷ്യബോധം ഉടലെടുക്കുകയും ചെയ്യും. ഉയർന്ന വിദ്യാഭ്യാസം, കരിയറിലെ മികച്ച പദവികൾ, വിദേശ തൊഴിൽ എന്നിവയിലൂടെ ഇവർ ജീവിതത്തിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുകയും ചെയ്യും ഈ 20 വയസ്സിന് ശേഷം. അടുത്തതായിട്ട് അത്തം നക്ഷത്രമാണ്. ചന്ദ്രൻ അധിപനായ നക്ഷത്രമാണ് അത്തം. അത്തം നക്ഷത്രക്കാർ ചെറുപ്പകാലത്ത് വികാരഭരിതരും കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്നവരുമായിരിക്കും. എന്നാൽ 20 വയസ്സ് തികയുന്നതോടെ ഇവരുടെ ബുദ്ധിശക്തിയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവും വർദ്ധിക്കുകയും ചെയ്യും. വ്യാപാരം, കമ്മ്യൂണിക്കേഷൻ, മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ ഇവർ വളരെ വേഗത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അടുത്തതായി അനിഴം നക്ഷത്രം. ശനി അധിപനായ നക്ഷത്രമാണിത്. അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിന്റെ ആദ്യ പകുതി, പ്രത്യേകിച്ച് 20 വയസ്സ് വരെ, അത് മതി, ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ 20 വയസ്സ് വരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ച് ഇവർക്ക് 40 വയസ്സ് വരെ ആയുസുള്ളൂ എന്ന് വിചാരിക്കണ്ട കേട്ടോ. ശനി അധിപനായ നക്ഷത്രത്തിന്റെ ഈ അനിഴ നക്ഷത്രക്കാർക്ക് 20 വയസ്സിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിലും 20 വയസ്സിന് മുമ്പ് വരെ ഇവർ കഠിനമായ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ അനിഴം അഖിലം ശോഭനം എന്ന് പറയുന്നത് പോലെ 20-22 വയസ്സാകുന്നതോടെ ഇവരുടെ കഠിനാധ്വാനത്തിന് ഫലം കണ്ടു തുടങ്ങും. പ്രതിസന്ധികളെ അതിജീവിച്ച് സ്വന്തം കാലിൽ നിൽക്കാനും സമൂഹത്തിൽ വലിയ അംഗീകാരം നേടിയെടുക്കാനും ഇവർക്ക് സാധിക്കും. ഇനി 10ാമത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രം. സൂര്യന്റെ സ്വാധീനമുള്ള ഈ നക്ഷത്രക്കാർക്ക് ചെറുപ്പത്തിൽ അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോയേക്കാം. എന്നാൽ 20 വയസ്സ് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗ്യജാതകം ഉണരും. നേതൃത്വ പാടവം, ആവശ്യമായ ജോലികളിലോ രാഷ്ട്രീയത്തിലോ വലിയ ബിസിനസ്സുകളിലോ ഇവർ പെട്ടെന്ന് മുൻനിരയിലേക്ക് വരികയും
ശത്രുക്കളെ പരാജയപ്പെടുത്തി വിജയക്കൊടി പാറിക്കുകയും ചെയ്യും. ജ്യോതിഷപരമായ ഒരു നിരീക്ഷണത്തിൽ ഈ നക്ഷത്രക്കാരുടെയെല്ലാം ജീവിതത്തിൽ 20 വയസ്സ് എന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആകാൻ കാരണം ഈ പ്രായത്തിൽ ഇവരുടെ ജാതകത്തിലെ 2, 9, 10, 11 എന്നീ ഭാവങ്ങളുടെ, അതായത് 2 എന്ന് പറഞ്ഞ ധനം, 9 എന്ന് പറഞ്ഞ ഭാഗ്യം, 10 എന്ന് പറഞ്ഞ കർമ്മം, 11 എന്ന് പറഞ്ഞ ലാഭം, ഇതിലൂടെ ഇവരുടെ അധിപന്മാർക്ക് അനുകൂലമായ ദശാസന്ധികളോ ഗോചരഫലങ്ങളോ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നതിനാലാണ് ഇവർ ഇങ്ങനെ ഉദിച്ചുയരുന്നത്. അപ്പോൾ ഈ 10 നക്ഷത്രക്കാരും 20 വയസ്സിന് ശേഷം ജീവിതത്തിൽ വെന്നിക്കൊടി പാറിക്കുന്ന നക്ഷത്രക്കാരാണ്. പല പ്രതിസന്ധികളിലും ഇവർ 20 വയസ്സിന് മുമ്പ് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ആ 20-22 വയസ്സ് കഴിയുമ്പോൾ ഇവർ വളരെ നല്ല ഉയർന്ന ലെവലിൽ എത്തിച്ചേരുന്ന കാഴ്ചയാണ് പലപ്പോഴും ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.